ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കുഴിക്കുന്ന് ജംഗ്ഷനിലാണ്. ഈ ഹോട്ടലിനെ പറ്റി ഹോട്ടലല്ല, തട്ടുകടയെ പറ്റി ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു. എന്നാൽ ഒന്നും കൂടി എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ചായ പിടിക്കുമ്പോൾ ഒന്നും കൂടി എടുത്തതാണ്. നിങ്ങളെ ഏവരെയും ഇത് എത്തിക്കണ്ടേ എന്നൊരു കടമ എനിക്കില്ലേ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ടാൽ മാത്രം പോരാ, ഈ തട്ടുകടയിൽ വരുവാൻ വേണം. അത് ഞാൻ പറഞ്ഞുതരാം എവിടെയാന്ന്. കണ്ണൂർ കുഴിക്കുന്ന് ജംഗ്ഷൻ, അതായത് താളിക്കാവിൽ നിന്ന് നേരെ പടന്നപ്പാലത്തേക്ക് പോകുമ്പോഴുള്ള ജംഗ്ഷനാണ് കുഴിക്കുന്ന് ജംഗ്ഷൻ. ആ കുഴിക്കുന്ന് ജംഗ്ഷനിലാണ് ഇടതുവശത്ത് തട്ടുകട. അപ്പം നല്ല അടിപൊളി ദോശയുണ്ട് ഇവിടെ. പിന്നെ നല്ല പുട്ടുണ്ട്, കപ്പയുണ്ട്, ചിക്കൻ പാർട്സ് ഉണ്ട്, ഉണ്ടക്കായ ഉണ്ട്, ബോണ്ടയുണ്ട് എന്ന് വേണ്ട സകലമാന ഫുഡും ഇവിടെ കിട്ടും. ദോശക്ക് നല്ല ചട്നിയുണ്ട്, സാമ്പാറുണ്ട്, മുളക് ചട്നിയുണ്ട്. അതല്ല, ഈ ചൂട് ദോശയിൽ നമുക്ക് അങ്ങ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് ഇപ്പോഴാണ് ഈ വീഡിയോ എടുത്തതും വോയിസ് ഇടുന്നതും. കണ്ടോ, ഇതാണ് കട. അങ്ങ് നേരെ പോകുന്നത് നേരെ പടന്നപ്പാലത്തേക്കാണ് ആ റോഡ് കാണുന്നത്, കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഇടതുവശത്ത്. ഇതിൻ്റെ ഉൾഭാഗം മഞ്ഞ പെയിൻ്റ് അടിച്ചാണ് ഈ തട്ടുകട. കണ്ട മഞ്ഞ കണ്ട നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അവ നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അന്നേരം നിങ്ങൾ പറയൂ, അതെന്താ ഇവിടെ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ, മറ്റുള്ള ഹോട്ടലിലുള്ള ടേസ്റ്റ് ഇല്ലെന്ന്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ രുചിയല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാ, ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുവഴി കടന്നു പോകുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് കയറാൻ മറക്കരുത്, കേട്ടോ. അവരോട് പറയാൻ വേണം, ഇവിടെയുള്ള ആൾക്കാരോട് പറയാൻ വേണം, ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. അപ്പം നമുക്ക് എന്താ ഉള്ള ഇവിടെ അതൊക്കെ തരൂ, കഴിക്കട്ടെ, അതിൻ്റെ രുചി എന്നിട്ട് പറയാം, കേട്ടോ. അപ്പോൾ ഇതാ കണ്ട, കപ്പ നല്ല ചൂട് കപ്പയാണ്. വേണ്ടി വന്നാൽ ഒന്നും കൂടി ചൂടാക്കി തരും, കണ്ടോ. ചൂടാക്കുന്നുണ്ടോ, കുരുമുളകും എല്ലാം മിക്സ് ചെയ്ത് അടിപൊളിയായി ടേസ്റ്റ് ആക്കി തരും. അതായത് നല്ല ദോശയാണ്, തട്ടുദോശ. നല്ല വലിപ്പമുണ്ട്, കേട്ടോ. ദോശക്ക് തട്ടുദോശ എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് ചെറിയ വട്ടത്തിലാണ് ഉണ്ടാവുക, അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല സാധാ വലിപ്പമുള്ള ദോശയാണ്. നിങ്ങൾക്ക് ചുട്ടിട്ട് കൈയോടെ തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത അതാവും, കണ്ടോ. നല്ല കുരുമുളക് പൊടിയെല്ലാം ഇടുന്നുണ്ടോ. കപ്പ ഒരു ചേട്ടൻ വന്നിട്ട് കപ്പിയും ചിക്കൻ പാർട്സും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിക്കൻ പാർട്സ് അതിൻ്റെ എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ ഇതാ കപ്പി എടുക്കുന്നുണ്ട്. കപ്പി എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കപ്പി എടുത്ത് ഇനി ആ ചട്ടിയിലിടും. ചട്ടിയിലിട്ട് രണ്ടും കൂടി മിക്സാക്കിയിട്ട് അതിൻ്റെ അകത്ത് വേറെയും കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് അത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു രുചി വരാനുണ്ട്. കുറച്ച് ഉള്ളിയെല്ലാം ഇട്ടിട്ടാണ് തരുക. അത് വേറെ തന്നെ ഒരു രുചിയാണ്, കണ്ടോ. നല്ലോണം വറുത്ത് ആക്കി തരുക. ചില തട്ടുകടകളിലും അങ്ങനെയല്ല, പെട്ടെന്ന് എടുപിടിക്കാണ് ചെയ്യുക. പക്ഷേ ഇവിടുന്ന് അങ്ങനെയല്ല. ഇവിടുന്ന് നല്ല വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്യും. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം, കേട്ടോ. കണ്ടോ, അദ്ദേഹം ചെയ്യുന്ന കണ്ടോ. നല്ല എല്ലാം കുഴച്ച് മറച്ച് ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ച് കുഴച്ച് മറച്ച് എല്ലാം വൃത്തിയിൽ ചെയ്യുന്നുണ്ട്. നോക്കൂ, കണ്ടോ. അതെല്ലാം മിക്സ് ആകുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടോ, അതിൻ്റെ രുചി ഇപ്പം തന്നെ നാവിൽ നിന്ന് വെള്ളം ഊറുന്നു ഇത് കാണുമ്പം തന്നെ. പ്ലേറ്റിലാക്കി അവർ ടേസ്റ്റ് വേറെ തന്നെയാണ്, കണ്ടോ. അതിൻ്റെ മേലെ ഉള്ളിയിടും, ആവശ്യത്തിന് ഉള്ളിയിടും. നിങ്ങൾക്ക് വേണ്ടിക്കില്ല ഇനിയും തരും ഉള്ളി. അതുപോലെ ദോശ കണ്ടോ, നല്ലോണം വേവിച്ചാണ് തരിക. ചില സ്ഥലങ്ങളിൽ ദോശകൾ വേവിക്കില്ല, നല്ലോണം വേവിക്കണം രണ്ട് ഭാഗവും, എന്നാലോ അത് ദോശ എന്ന് പറയുള്ളൂ. കണ്ടോ, ഇത് ദോശയുടെ വലിപ്പം കണ്ടോ, തട്ടുദോശ. അതാണ് പ്രത്യേകത. ഒരു ദോശ തന്നെ രണ്ട് ദോശ കഴിച്ചാൽ പടം കാണും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ലോണം വേവിക്കണം. ദോശ എന്ന് പറഞ്ഞാൽ വേവിക്കണം. മാവ് കലക്കി വെച്ചിട്ട് വേവിക്കാതെ എടുക്കുന്നത് ശരിയല്ല. നമുക്ക് ദഹന പ്രക്രിയ നടക്കില്ല, ശരീരത്തിനും ദോഷം കൂടിയ. അതുകൊണ്ട്
നിങ്ങൾ ഇവിടെ വരിക, കയറാൻ ശ്രമിക്കുക. ചായയുണ്ട്, കാപ്പിയുണ്ട്, സ്നാക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റ് തരിക. അപ്പോൾ ഒന്നും കൂടി പറയാം, കുഴിക്കുന്ന് ജംഗ്ഷനിലാണ് കണ്ണൂർ, താളിക്കാവ് പടന്നപ്പാലം റോഡിന് കുഴിക്കുന്ന് ജംഗ്ഷൻ, അവിടെയാണ് ഈ തട്ടുകട സ്ഥിതി ചെയ്യുന്നത്. അപ്പം മറക്കാതെ എല്ലാവരും ഇതുവഴി കടന്നു പോകുന്നവരും അല്ലാത്തവരുമായ, ഈ വീഡിയോ കാണുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആസ്വദിച്ച് കഴിക്കുക കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഭക്ഷണം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക, കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കണ്ട ഉള്ളി, ഉള്ളി കാണുന്ന ആ ഉള്ളി എല്ലാം നല്ല വൃത്തിയോട് കൂടി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ.